ഹലോ, ഞാൻ രൂപേഷ് പിതാംബരൻ. മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ക്യാരക്ടറിൻ്റെ പേരും രൂപേഷ് തന്നെ. ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ നമുക്ക് എന്താ പറയുക, ഭാരത്മാത കോളേജിൽ ഞാൻ പഠിച്ചത് തൃക്കാക്കര. അപ്പോൾ അവിടെ അത്യാവശ്യം കോളേജിൽ സജീവമായ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ടോമൻവെട്ടി വിളിച്ചപ്പോൾ, എൻ്റെ സംവിധായകൻ വിളിച്ചപ്പോൾ, കോളേജ് ക്യാമ്പസ് രാഷ്ട്രീയത്തിനെ ബേസ് ചെയ്തുള്ള സിനിമയായപ്പോൾ ഭയങ്കര ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു സിനിമ. കാരണം ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ കാണിച്ച് കൂട്ടിയ കുറേ കാര്യങ്ങളും തമാശകളും എല്ലാതും തന്നെയാണ് ഇവിടെ പിന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര രസകരമായ ഒരു അനുഭവമായിരുന്നു ഈ സിനിമ അഭിനയിക്കുന്നത്. ഇതിൽ നായകന്മാരെന്ന് പറയുന്നത് ടൊവിനോ തോമസും നീരജ് മാധവുമാണ്. നായിക ഗായത്രി സുരേഷാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര രസകരമായൊരു അനുഭവമൊക്കെ ആയിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന സിനിമയാണ് മെക്സിക്കൻ അപാരത. ഞാൻ എന്താ പറയുക, ഒരു 23 കൊല്ലം മുമ്പ് സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടൻ്റെ ചെറുപ്പകാലം ചെയ്തു തന്നെയാണ്. അപ്പോൾ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ ഞാൻ ചെയ്യുന്നത്. ഈ സിനിമ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയായിരിക്കും. കാരണം എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരിക്കലും ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ സിനിമയല്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെന്താ പറയുക, പ്രേമമുണ്ട്, എന്താ പറയുക, തമാശകളുണ്ട്, എന്താ പറയുക, ഈ പറഞ്ഞ കോളേജ് ക്യാമ്പസിലത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഡിസ്കസ് ചെയ്യാമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കൂടുതലും കോളേജ് ക്യാമ്പസിൽ ഇലക്ഷൻ സമയത്ത് ചെയ്ത് കൂട്ടുന്ന കുറച്ച് കുസൃതികളും കാര്യങ്ങളും അങ്ങനത്തെ കുറേ ഒരു അല്ലാണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനിമ അല്ല. പക്ഷേ നമ്മൾ സീരിയസ് സിനിമ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ, ഭയങ്കര ഫീൽ ചെയ്യുന്ന സിനിമയായിരിക്കും. ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോളേജിൽ പണ്ട് കാലത്ത് പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ഈ സിനിമ കാണുമ്പോൾ അവരെ അങ്ങോട്ട് ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോകുന്ന ഒരു യാത്ര പോലത്തെ ഒരു സിനിമയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ പുതിയ കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്യാമ്പസ് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അറിയാത്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പണ്ട് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും സിനിമ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു എൻ്റർടൈനറാണ് ഒരു മെക്സിക്കൻ അപാരത. ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാവരും ടെക്നീഷ്യന്മാരാണെങ്കിലും ഒരുമിച്ചൊക്കെ പണ്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീവ്രം എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് റൂട്ട്സ് ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസ് തീവ്രത്തിൽ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. ടോമൻവെട്ടി എന്താ പറയുക, യൂട്യൂബ് റൂട്ട്സിൽ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊതുവേ അങ്ങോട്ട് നേരത്തെ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സിനിമയിൽ ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുകയും ടോം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആ സൗഹൃദം അന്നും ഇന്നും എന്നും ഒരേപോലെയായിരുന്നു. മാത്രമല്ല എൻ്റെ പ്രൊഡ്യൂസർ അനൂപ് കണ്ണൻ, ഈ പറഞ്ഞ എൻ്റെ അടുത്ത സുഹൃത്ത്. അപ്പോൾ അനൂപ് സംവിധായകനാണ്. ഇപ്പോൾ ഈ സിനിമയിലൂടെയാണ് അദ്ദേഹം നിർമ്മാണ പരിപാടിയിലോട്ട് കടന്നത്. അപ്പോൾ അനൂപും ഈ പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നതിനായിട്ട് ഉപരി ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലി കണക്ഷനിലൂടെ ഞങ്ങൾ വരുന്നു, പിന്നെ ഞങ്ങൾ കമ്പനി അടിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. അതിൻ്റെ ഇടയിൽ സിനിമ ഷൂട്ട് ചെയ്ത് പോയെന്നുള്ളൂ. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഈ പറഞ്ഞ തന്നെ നമുക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലല്ല, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ചെയ്യും. ഞങ്ങളൊരു ഹാപ്പിനെസ് എപ്പോഴും സെറ്റിൽ ഉണ്ടായിരുന്ന തമാശയും പരിപാടികളും ആ ഒരു എൻജോയ്മെൻറ്റും ഒക്കെ സിനിമയിൽ ഭയങ്കര റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും.